സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ലിഗമെന്റ് ഫ്രാക്ചർ, സാധാരണത്തിൽ കൈക്കോ കാലിലോ കാൽമുട്ടിനോ ഒക്കെ വീഴ്ചയിലോ ജസ്റ്റ് ഒന്ന് കാല് വെട്ടിയാൽ മതി, അതിലൊക്കെ ലിഗമെന്റ് ഫ്രാക്ചറുകൾ വരാം. വലിയ തോതിലുള്ള നീരും വേദനയും ഒക്കെ സംഭവിക്കാം. ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ അത് സർജറി വേണമെന്നൊക്കെ പറഞ്ഞേക്കാം. എന്നാൽ ലളിതമായ ഒരു ഔഷധ ചെടി കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാം. കുടകനില അഥവാ വെള്ളമുട്ടൽ, പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് മുട്ടവെള്ളയിൽ ചാലിച്ച് ഒരു ബാൻഡേജ് ചെയ്യുക. വേഗം ശരിയായി വരും. അത് കെട്ടരുത്. ആ ക്ലോത്ത് കൊണ്ട് നമ്മൾ ചുറ്റിയതിന് ശേഷം അതിൻ്റെ എൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാവുന്നേ പാടുള്ളൂ. ഒരു കാരണവശാലും കെട്ടിവെക്കരുത്. അങ്ങനെ ഒരു 10 ദിവസം അടുപ്പിച്ചൊക്കെ ചെയ്തേ ആ സംഭവം മാറി. ആ ഫ്രാക്ചറിൻ്റെ നീർക്കെട്ടും വേദനയും ഒക്കെ മാറും. ആ നീരും കാര്യങ്ങളെല്ലാം മാറി നന്നായി നടക്കാനായിട്ട് നമുക്ക് കഴിയും. ധാരാളം അനുഭവങ്ങളുണ്ട്. അത് ഇങ്ങനെ വന്നാൽ ഉടനെ തന്നെ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണം, അതിനുള്ള ശ്രമം ഉണ്ടാവണം. മരുന്നറിയില്ലെങ്കിൽ ഞാനത് ഇപ്പോൾ ഈ വീഡിയോയിലിട്ട് തരാമല്ലോ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചെറു കടലാടിയാണ്. അത് ഇടിച്ചു പിഴിഞ്ഞ് പച്ചക്ക് ഒരു തുള്ളി നീര് ഒരു ചെറിയ കിളിയിലെങ്ങാനും തൊട്ട് ഒരു കമ്പിൽ തൊട്ടിട്ട് ദശയുള്ള ഭാഗത്ത് മെല്ലെ ഒന്ന് ടച്ച് ചെയ്താൽ അത് ചുരുങ്ങിപ്പോകും. ഇന്നത്തെ ചോദ്യം, പുഴുത്ത പല്ലിനെയും പല്ലിലെ കറകളെയും നീക്കം ചെയ്യാൻ കഴിവുള്ള ഒരു ഔഷധ ചെടിയുണ്ട്, ഏതാണെന്ന് പറയുമോ? നന്ദി, നമസ്കാരം.